ഹേയ് മാൻ, എടാ അതെ, ഈ മാസം കുറെ നല്ല നല്ല ഫോണുകൾ ഇറങ്ങണ്ടെന്ന് കേട്ട് ഞാനാണെങ്കിൽ ഒരു പുതിയ ഫോൺ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിൽ നിൽക്കണായിരുന്നു. ഏതൊക്കെയാണ് ഈ മാസം ഇറങ്ങാൻ പോണ ഫോണുകൾ? ഈ മാസം കുറച്ച് നൈസ് ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. മറ്റേ നമ്മുടെ നത്തിങ്ങിന്റെ 4B എന്ന് പറയുന്ന ഫോണൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്തോന്നാണ് ഇത്, ക്ലാസ് പോലെ 4A 4B 4C വരുമോ? ഈ ചളി പറയാൻ വേണ്ടിയാണ് നീ അവിടെ നിന്ന് ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്ന് ഈ മാസത്തെ ഫോണിന്റെ കാര്യം ചോദിച്ചത്? അല്ല, അത് പിന്നെ അല്ല, നീ ഫോണിന്റെ കാര്യങ്ങളൊക്കെ പറ. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. പിന്നെ നമ്മുടെ മോട്ടോറോളയുടെ G77 പവർ എന്ന് പറയുന്ന ഒരു മോഡൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ മറ്റേ ഓപ്പോ റെനോ 16 പ്രോന്റെ ഒരു മോഡൽ ഇറങ്ങുന്നുണ്ട്. OnePlus N6 എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട്. IQ Z11 വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിന്റെ M47 5G എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. പിന്നെ ഏതാ ഇൻഫിനിക്സിന്റെ ഫോൺ ഇറങ്ങുന്നുണ്ട്. പിന്നെ വിവോ Y600 Pro എന്ന് പറയുന്ന ഒരു മോഡലും കൂടെ ഇറങ്ങുന്നുണ്ട്. ഓ ആണല്ലേ. അല്ല, ഈ 4B എങ്ങനെയുണ്ട് നമ്മുടെ നത്തിങ്ങിന്റെ? നത്തിങ് 4B കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതാവുമാര് ബഡ്ജറ്റ് റേഞ്ച് സെഗ്മെന്റിലോട്ടുള്ള ഒരു ഫോൺ ഇറക്കിയതാണ്. അതിൻ്റെ അകത്ത് മറ്റേ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്താണ്ടും ചിപ്സെറ്റ് ആണ് വരുന്നത്. പിന്നെ ഗ്ലിഫ് ലൈറ്റിങ്, 50 മെഗാ പിക്സലിന്റെ ക്യാമറ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കാണാനാണ് ഫോൺ കാണാനൊക്കെ നല്ല ലുക്കൊക്കെയാണ്. പക്ഷെ അവർ കുറെ കാര്യങ്ങൾ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്കാരോടുള്ള സ്നേഹം കൊണ്ട് ബാറ്ററിൻ്റെ അകത്ത് വന്നേക്കുന്ന 6000 mAh, ബാക്കി എല്ലാ സ്ഥലത്തും 5000 എത്ര സംതിങ് mAh ഈ ഫോൺ ഇറക്കുന്നത്. ഇതിപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നും പറഞ്ഞൊക്കെയാണ് ഇറക്കണത്. ഇനി ഇത് ഇറങ്ങുമ്പോഴേക്കും ബഡ്ജറ്റിന് മേലെ പോകുമെന്ന് പറഞ്ഞുകൂടാ. മിക്കവാറും ഒരു 30,000 മേലെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മറ്റേ മോട്ടോറോളയുടെ G77 പവർ അതെങ്ങനെയുണ്ട്? മോട്ടോറോള G77 പവർ മെയിൻ ആയിട്ട് ആ പേര് പോലെ തന്നെ പവർ, അതായത് ബാറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. എനിക്ക് തോന്നുന്നത് 7000 mAh ബാറ്ററി എന്തോന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് വരുന്നത്. മിക്കവാറും പ്രൈസ് റേഞ്ച് ഒരു 25,000 താഴെയോ ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ മറ്റേ ഓപ്പോന്റെ റെനോ 16 തുടങ്ങണ്ടല്ലോ, അത് മിക്കവാറും 50,000 മേലെയാണല്ലേ ചാൻസ്. ഓപ്പോന്റെ ഫോൺ എന്തായാലും 50,000 മേലെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം അതിൻ്റെ അകത്ത് വന്നേക്കുന്ന എല്ലാം പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മെഗാ പിക്സലിലെ ക്യാമറ, കൂടിയ ബാറ്ററി, അങ്ങനെയുള്ള കുറെ, അത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിനടുത്ത് നിൽക്കുന്ന ഒരു ഫോൺ, അതാണ് ഓപ്പോ റെനോ 16 Pro. പിന്നെ IQ Z11 എന്ന് പറയുന്ന ഫോൺ ഇറങ്ങണ്ട. മിക്കവാറും ഈ മാസം ഇറങ്ങുന്ന ഫോൺസിൽ ഏറ്റവും വലിയ ബാറ്ററി വരുന്നത് ആ ഒരു ഫോണിലായിരിക്കും. കാരണം 9000 mAh ബാറ്ററിയാണ് ആ ഫോണിൽ വരുന്നത്. അപ്പം പിന്നെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം പറയണ്ടല്ലോ. ഈ മാസത്തെ ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫും ഏറ്റവും വലിയ ബാറ്ററി വെച്ചേക്കുന്ന ഫോൺ അത് തന്നെയായിരിക്കും. മിക്കവാറും ഇതിൽ വരാൻ പോകുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗണിന്റെ 7 Gen 5 ആയിരിക്കും. കൺഫേം അല്ല, ഇപ്പൊ ഇതൊരു റൂമേഴ്സ് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മറ്റേ OnePlusഉം ഇൻഫിനിക്സ് ഒക്കെ എങ്ങനെയുണ്ട്? IQ കൊള്ളാം, എന്നാലും ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. OnePlusന്റെ N6 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെയിം നമ്മളുടെ ഇത് നത്തിങ് ഫോണൊക്കെ പോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ ഒരു സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്. വിത്ത് സ്നാപ്ഡ്രാഗൺ 6th Gen ഏതോ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇൻഫിനിക്സിന്റെ GT50 Pro എന്ന് പറയുന്ന മോഡൽ മെയിൻ ആയിട്ട് ഗെയിമിംഗ് സെൻട്രിക് ഫോണാണ്. ഭയങ്കര ഭംഗിയാണ് ഈ ഫോൺ കാണാൻ. ഫുൾ മറ്റേ RGB ലൈറ്റ് ഒക്കെ വെച്ച് അത് കാണുമ്പോൾ തന്നെ അറിയാതെ ഒരു ഗെയിമിംഗ് ഫോണാണെന്ന്. പക്ഷെ ഇതിന്റെ ക്യാമറ വരുന്നത് 108 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് വരുന്നത്. പക്ഷെ ഇതൊരു ഫോട്ടോഗ്രാഫി സെൻട്രിക് ഫോണൊന്നും അല്ല, മെയിൻ ആയിട്ട് ഗെയിമിംഗ് ഫോക്കസ്ഡ് ഫോണാണ് ഈ ഇൻഫിനിക്സ് 50 Pro. ഇതിൽ വരാൻ പോണ പ്രൊസസ്സർ മിക്കവാറും മീഡിയടെക്കിന്റെ Dimensity 8400 ആയിരിക്കും. അല്ല, ലാസ്റ്റ് മറ്റേ സാംസങ്ങിന്റെ ഏതൊരു മിഡ് റേഞ്ചർ ഇറങ്ങണ്ടെന്ന് കേട്ടില്ലേ, മറ്റേ M സീരീസ് ഏതോ. സാംസങ് M47 എന്ന് പറയുന്ന ഒരു ഫോൺ അവർ ഈ അടുത്ത് ഇറക്കിയായിരുന്നു. നമ്മുടെ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രശ്നമുള്ളൂ. ഇവർ ആദ്യം ഒരു പ്രൈസ് ഇതിന് ഇട്ടായിരുന്നു, എന്നിട്ട് ആ പ്രൈസിനേക്കാൾ കൂടിയ പ്രൈസ് ആക്കി ഇപ്പൊ സെയിൽ നടക്കുന്ന സമയത്ത്. ആദ്യത്തെ പ്രൈസ് സെറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പം ഇട്ടേക്കണ പ്രൈസിങ് ഇത്തിരി കഠിനമാക്കി കളഞ്ഞു. ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗണിന്റെ പ്രൊസസ്സറാണ് വരുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം മറ്റേ നമ്മുടെ എക്സിനോസിനേക്കാളും. പിന്നെ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഈ മാസം സാംസങ്ങിന്റെ ഇവന്റ് എന്തോ നടക്കണ്ടല്ലേ. സാംസങ്ങിന്റെ ഗാലക്സി അൺപാക്ഡ് ഇവന്റ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് മിക്കവാറും ഇറക്കാൻ പോണ സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫോൾഡ് ഫോൺസ് ഉണ്ടാവും. ഒന്ന് മറ്റേ നമ്മുടെ സാധാ ഫോൾഡ്, പിന്നെ മറ്റേ വൈഡ് ആയിട്ടുള്ള ഫോൾഡ്, പിന്നെ ഒരു ഫ്ലിപ്പ് ഫോൺ ഉണ്ടാവും. അതായത് ഫോൾഡ് 8ഉം ഫ്ലിപ്പ് 8ഉം. അതായിരിക്കും മെയിനായിട്ട് ഗാലക്സി അൺപാക്ഡ് ഇവന്റിൽ പറയാൻ പോകുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഇവന്റ് വരുമ്പോൾ അറിയാം. മറ്റേ നമ്മുടെ ആപ്പിളിന്റെ ഫോൾഡ് ഇറങ്ങണ്ടല്ലോ, അതേപോലത്തെ വൈഡ് സ്ക്രീൻ വന്ന ടൈപ്പ്. അത് തന്നെ ആ ഒരു മോഡല് പോലത്തെ സെയിം ഫോൾഡും കൂടെ സാംസങ് ഇറക്കുന്നുണ്ട്.
അത് ഒഴിച്ച് അല്ല, ഞാൻ എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സീരീസിൽ ഏതെങ്കിലും നല്ലൊരു ഫോൺ എടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. എന്തായാലും നോക്കി കണ്ടൊക്കെ എടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഞാൻ പറഞ്ഞ ഫോൺസിലെ ചിലതിൻ്റെയൊക്കെ ലോഞ്ചുകളൊക്കെ ഇനി മാറ്റി അടുത്ത മാസത്തോട്ട് പോകുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. ഇതൊക്കെ ജസ്റ്റ് ഈ മാസം ഇറങ്ങുന്ന ഫോണിൻ്റെ ഒരു ലീക്സ്, റൂമേഴ്സ് ഇതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്. പിന്നെ നത്തിങ് ഇതൊക്കെ ഓൾറെഡി സെയിൽ വന്നിട്ടുണ്ട്. നത്തിങ്ങിൻ്റെ 4B, സാംസങ്ങിൻ്റെ M47 ഒക്കെ സെയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.